ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷൻ 2025 ബന്ധപ്പെട്ട് ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റിൽ വന്നതിന് ശേഷം ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ ക്യാപ് ഐ ഡിയും സെക്യൂരിറ്റി കീയും കൊടുത്ത് ലോഗിൻ ചെയ്തതിന് ശേഷം അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിലേക്കുള്ള ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ആണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. സെൽഫ് ഫിനാൻസ് കോളേജുകളിലേക്ക് നിങ്ങൾക്ക് പിന്നീട് റാങ്ക് ലിസ്റ്റായിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് ഇനി നോക്കാം. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലാണ് ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കേണ്ടതാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും 1/8/2025 വൈകുന്നേരം 3 മണിക്ക് മുൻപേ ആയിട്ട് നിങ്ങൾക്ക് ഏത് കോളേജിലാണോ അലോട്ട്മെൻറ്റ് ലഭിച്ചത് ആ ഒരു കോളേജിൽ പോയി പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. പിന്നെ നിങ്ങളെ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് കൺസിഡർ ചെയ്യുകയില്ല. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷം ഗവൺമെൻറ് കോളേജുകളിലേക്കും റാങ്ക് ലിസ്റ്റ് വൈസ് അഡ്മിഷനും നടക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് മറ്റൊരു കോളേജ് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് മാറാവുന്നതാണ്. ഓക്കെ, പിന്നെ നിങ്ങൾ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കുന്നതിന് മുൻപേ ആയിട്ട് ആ ഒരു കോളേജുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. അവരപ്പം ഏത് ടൈമിലാണ് ഏത് സമയത്താണ് നിങ്ങൾ കോളേജിൽ ചെല്ലേണ്ടതെന്നുള്ള വിവരം അറിയിക്കും. ആ ഒരു ടൈമിൽ നിങ്ങൾ പോവുക. അതുപോലെ തന്നെ എത്ര രൂപയാണ് ഫീസ് അടയ്ക്കേണ്ടതെന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. ഓക്കെ, ഇനിയും ഇപ്പം ലഭിച്ച ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ലഭിച്ച കോളേജ് തൃപ്തരായിട്ടുള്ള വിദ്യാർത്ഥികൾ നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്ത് കളയേണ്ടതാണ്. അതിനായിട്ട് നിങ്ങളുടെ സ്റ്റുഡൻറ്റ് ലോഗിനിൽ ഹയർ ഓപ്ഷൻ ക്യാൻസലേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് ഉണ്ടാവും. നിങ്ങൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്തില്ലെങ്കിൽ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് ഈ ഹയർ ഓപ്ഷൻസ് പരിഗണിക്കും. അങ്ങനെ നിങ്ങൾക്ക് മറ്റൊരു കോളേജ് കിട്ടുവാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ടേക്ക് മാറേണ്ടി വരും. ഇപ്പോൾ ലഭിച്ച അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി പറയുന്നത് 2025-26 അധ്യയന വർഷത്തേക്കുള്ള ബിരുദ പ്രവേശനത്തിൻ്റെ 3ാം അലോട്ട്മെൻറ്റിനെ തുടർന്ന് കോളേജ് പ്രോഗ്രാം ഓപ്ഷനുകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ തിരുത്തുന്നതിനായി 18/7 മുതൽ 22/7 വരെ നിങ്ങൾക്ക് സമയം തന്നിട്ടുണ്ടായിരുന്നു. അതായത് എഡിറ്റിംഗ് ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപേക്ഷയിൽ തിരുത്തലുകൾ വരുത്തുകയാണ് ണെങ്കിൽ അപേക്ഷ പൂർത്തീകരിക്കേണ്ടതും പുതുക്കിയ അപേക്ഷയുടെ പ്രിന്റ് എടുത്ത് സൂക്ഷിക്കേണ്ടതുമാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ടൈമിൽ എഡിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഫൈനൽ കൺഫർമേഷനൊക്കെ കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾ എന്താണോ എഡിറ്റ് ചെയ്തത് അതിൻ്റെ പുതിയ പ്രിന്റ്, ആ ഒരു ആപ്ലിക്കേഷൻ്റെ പുതിയ പ്രിന്റ് ഔട്ട് നിങ്ങൾ എടുത്ത് വെക്കേണ്ടതായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ എഡിറ്റ് ചെയ്ത വിദ്യാർത്ഥികൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സേവ് ചെയ്യുക അല്ലെങ്കിൽ ഫൈനൽ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ള വിദ്യാർത്ഥികളെ മാത്രമാണ് ഇതിലേക്ക് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഡ്മിഷൻ ഷെഡ്യൂൾ പ്രകാരം സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് 4/8/2025 അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജുകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് അതും 29/7 പ്രസിദ്ധീകരിക്കും എന്നാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ചിലപ്പോൾ അത് ഇന്നോ വല്ലതും വരാനുള്ള സാധ്യത ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഓരോ അപ്ഡേറ്റ്സും അതാത് ടൈമിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക്